അതിരാവിലെ ഉണരുമ്പോഴോ അല്ലെങ്കിൽ വഴിയിലൂടെ നടക്കുമ്പോഴോ അതുമല്ലെങ്കിൽ ഒരു സ്വപ്നത്തിലൂടെയോ നിങ്ങളുടെ ജീവിതം ആകെ മാറി മറിയാൻ പോകുകയാണ്. വലിയൊരു സമ്പാദ്യം നിങ്ങളെ തേടി വരുന്നുണ്ടെന്ന് പ്രകൃതി എപ്പോഴെങ്കിലും നിങ്ങളോട് രഹസ്യമായി പറഞ്ഞിട്ടുണ്ടോ? പലപ്പോഴും നമ്മൾ ഇത്തരം സൂചനകളെ വെറും യാദൃച്ഛികമെന്ന് വിളിച്ച് തള്ളിക്കളയാറാണ് പതിവ്. എന്നാൽ ഭാരതീയ തത്വശാസ്ത്രത്തിലും പ്രത്യേകിച്ച് ചാണക്യനീതിയിലും വളരെ വ്യക്തമായി പറയുന്നുണ്ട്, വലിയൊരു സൗഭാഗ്യം വരുന്നതിനു മുമ്പ് പ്രപഞ്ചം നമുക്ക് ചില മുന്നറിയിപ്പുകൾ നൽകുമെന്ന്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്നാണ്. ഈ ലക്ഷണങ്ങൾ കണ്ടാൽ അതാരോടും വിളിച്ചു പറയാൻ പാടില്ല. രഹസ്യമായി സൂക്ഷിച്ചാൽ മാത്രമേ ആ ധനം നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. എന്തുകൊണ്ടാണ് ചാണക്യൻ അങ്ങനെ പറഞ്ഞത്? പണം വരാൻ പോകുന്നതിന്റെ ആ 10 ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് വിശദമായി പരിശോധിക്കാം. നമ്മുടെ ഈ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം ഓർക്കുക. സമ്പത്ത് എന്നത് വെറും ഒരു കടലാസ് നോട്ട് മാത്രമല്ല, അതൊരു ഊർജമാണ്. ആ ഊർജം നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടാൻ തുടങ്ങുമ്പോഴാണ് ഇത്തരം ലക്ഷണങ്ങൾ കാണുന്നത്. ആചാര ചാണക്യൻ തന്റെ സാമ്പത്തിക ശാസ്ത്രത്തിലും നീതിശാസ്ത്രത്തിലും മനുഷ്യന്റെ പെരുമാറ്റത്തെക്കുറിച്ചും ഭാഗ്യത്തെക്കുറിച്ചും ആഴത്തിൽ പഠിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് ദാരിദ്ര്യം വരുന്നതിനും സമ്പത്ത് വരുന്നതിനും അതിൻ്റെതായ ലക്ഷണങ്ങൾ ഉണ്ടെന്നാണ്. നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുന്നുണ്ടാകാം, പക്ഷേ ഭാഗ്യം കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ആ അധ്വാനത്തിന് പൂർണ്ണമായ ഫലം ലഭിക്കൂ. ആ ഭാഗ്യം നിങ്ങളുടെ വാതിൽക്കൽ മുട്ടാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് തിരിച്ചറിയാൻ നിങ്ങളെ സഹായിക്കുന്ന 10 ലക്ഷണങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇതിൽ ചിലത് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അനുഭവപ്പെടുന്നുണ്ടാകാം. അതുകൊണ്ട് ഓരോ കാര്യവും ശ്രദ്ധയോടെ കേൾക്കുക. നമ്മൾ ആ 10 ലക്ഷണങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ കാണുന്ന ലക്ഷ്മി കടാക്ഷം ആഗ്രഹിക്കുന്ന എല്ലാവരും ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ. അതുപോലെ ഞാൻ സമ്പന്നനാകുമെന്ന് താഴെ കമന്റ് ചെയ്യുക. നിങ്ങളുടെ ആത്മവിശ്വാസം അവിടെ പ്രകടമാകട്ടെ. ഇനി നമുക്ക് ഒന്നാമത്തെ ലക്ഷണങ്ങളിലേക്ക് കടക്കാം. 1. അപ്രതീക്ഷിതമായി കാണുന്ന പക്ഷികളും ജീവികളും. ചാണക്യനീതിയിലും ശകുനശാസ്ത്രത്തിലും പക്ഷികൾക്ക് വലിയ സ്ഥാനമാണുള്ളത്. നിങ്ങളുടെ വീടിന്റെ പരിസരത്ത് പെട്ടെന്ന് മനോഹരമായ കിളികൾ വന്ന് ചിലയ്ക്കാൻ തുടങ്ങുകയാണോ? പ്രത്യേകിച്ച് നിങ്ങളുടെ വീടിന്റെ ഉമ്മറത്തോ ജനൽപാളിയിലോ കുരുവികളോ പ്രാവുകളോ വന്ന് കൂടുകൂട്ടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് ധനം വരവിനെ സൂചിപ്പിക്കുന്നു. പ്രകൃതിയിലെ ജീവജാലങ്ങൾക്ക് വരാൻ പോകുന്ന മാറ്റങ്ങൾ മുൻകൂട്ടി അറിയാനുള്ള കഴിവുണ്ട്. നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് പുറത്തിറങ്ങുമ്പോൾ പശുവിനെയാണ് ആദ്യം കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു പശു തന്റെ കിടാവിനെ സ്നേഹത്തോടെ നക്കി തുടയ്ക്കുന്ന കാഴ്ചയാണ് കാണുന്നതെങ്കിൽ ഉറപ്പിച്ചോളൂ, ആ ദിവസം നിങ്ങൾക്ക് സാമ്പത്തികമായി വലിയ നേട്ടങ്ങൾ കൊണ്ടുവരും. പശു എന്നത് സമൃദ്ധിയുടെ പ്രതീകമാണ്. ഈ ലക്ഷണം കണ്ടാൽ ആരോടും പറയാതെ മനസ്സിൽ നന്ദി പറഞ്ഞ് നിങ്ങളുടെ കർമ്മങ്ങളിലേക്ക് കടക്കുക. 2. സ്വപ്നങ്ങളിലെ പ്രത്യേക ദൃശ്യങ്ങൾ. നമ്മുടെ ഉപബോധ മനസ്സ് പ്രപഞ്ചവുമായി എപ്പോഴും ബന്ധപ്പെട്ടിരിക്കുന്നു. പണം വരാൻ പോകുന്നതിന് മുമ്പ് ചില പ്രത്യേക സ്വപ്നങ്ങൾ നമ്മളെ തേടിയെത്തുമെന്ന് ചാണക്യൻ സൂചിപ്പിക്കുന്നു. ഇതിൽ ഏറ്റവും പ്രധാനം ജലമാണ്. നിങ്ങൾ സ്വപ്നത്തിൽ തെളിഞ്ഞ ജലം, നദി അല്ലെങ്കിൽ മഴ കാണുകയാണെങ്കിൽ അത് ശുഭസൂചനയാണ്. കലങ്ങിയ വെള്ളമല്ല, മറിച്ച് തെളിഞ്ഞ വെള്ളം. അതുപോലെ സ്വപ്നത്തിൽ പാമ്പിനെ കാണുന്നത് ഭയപ്പെടുത്തുന്ന കാര്യമാണെങ്കിലും സാമ്പത്തിക ശാസ്ത്രത്തിൽ പാമ്പ് നിധിയുടെ കാവൽക്കാരനാണ്. പാമ്പ് മാളത്തിൽ നിന്ന് പുറത്തു വരുന്നതോ പത്തി വിടർത്തി നിൽക്കുന്നതോ സ്വപ്നം കണ്ടാൽ അപ്രതീക്ഷിത ധനലാഭം ഉണ്ടാക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. താമരപ്പൂവ്, ആന അല്ലെങ്കിൽ നിങ്ങൾ മല കയറുന്നതായി സ്വപ്നം കാണുന്നതും ഉയർച്ചയുടെ ലക്ഷണമാണ്. ഇത്തരം സ്വപ്നങ്ങൾ കണ്ടാൽ പിറ്റേന്ന് രാവിലെ അത് സുഹൃത്തുക്കളോടോ ബന്ധുക്കളോടോ പങ്കുവെക്കരുത്. അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ സൂക്ഷിക്കുക. 3. വലതു കൈയിലെ ചൊറിച്ചിൽ. ഇതൊരു അന്ധവിശ്വാസമായി പലരും തള്ളിക്കളയാറുണ്ടെങ്കിലും ഇതിനു പിന്നിൽ ഒരു ഊർജ പ്രവാഹമുണ്ടെന്ന് പറയപ്പെടുന്നു. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം വലതു കൈപ്പത്തിയിൽ പെട്ടെന്ന് തുടർച്ചയായി ചൊറിച്ചിൽ അനുഭവപ്പെടുകയാണെങ്കിൽ അത് പണം കൈകളിലേക്ക് വരാൻ പോകുന്നതിന്റെ ലക്ഷണമാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇത് ഇടതു കൈപ്പത്തിയിലാണ് സംഭവിക്കേണ്ടത്. നമ്മുടെ ശരീരത്തിലെ
നാഡീവ്യൂഹങ്ങൾ വരാൻ പോകുന്ന ഊർജമാറ്റങ്ങളോട് പ്രതികരിക്കുന്നതിന്റെ ഭാഗമായാണ് ഇത് സംഭവിക്കുന്നത്. കൈപ്പത്തിയിൽ ചൊറിച്ചിൽ അനുഭവപ്പെടുമ്പോൾ ആ കൈ ചുരുട്ടിപ്പിടിച്ച് നിങ്ങളുടെ പോക്കറ്റിലോ പേഴ്സിലോ വെക്കുന്നത് ആ ഊർജത്തെ പിടിച്ചു നിർത്താൻ സഹായിക്കുമെന്ന് പഴമക്കാർ പറയാറുണ്ട്. എന്നാൽ ഇത് തിരിച്ചാണെങ്കിൽ അത് പണം ചെലവാക്കുന്നതിന്റെ ലക്ഷണമാകാം. അതുകൊണ്ട് വലതു കൈയിലെ ചൊറിച്ചിൽ അവഗണിക്കരുത്. 4. വീട്ടിലെ ശരിയായി ജ്വലിക്കുന്ന വിളക്ക്. നിങ്ങൾ പൂജാമുറിയിലോ അല്ലെങ്കിൽ സന്ധ്യാസമയത്തോ വിളക്ക് കൊളുത്തുമ്പോൾ ആ ദീപം വളരെ തെളിച്ചത്തോടെ അമിതമായി ആടിക്കളിക്കാതെ മുകളിലേക്ക് തന്നെ ഉയർന്നു കത്തുന്നത് കാണാറുണ്ടോ? എണ്ണയോ തിരിയോ തീരാറായെങ്കിൽ പോലും കെട്ടുപോകുന്നതിന് തൊട്ടു മുമ്പ് ദീപം വലിയ പ്രകാശത്തോടെ ജ്വലിച്ചു നിൽക്കുന്നത് കണ്ടാൽ അത് ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്നു. വീട്ടിലെ അന്തരീക്ഷത്തിൽ നല്ല ഊർജം നിറഞ്ഞു നിൽക്കുമ്പോഴാണ് അഗ്നി ഇത്രയും അധികം ശുദ്ധമായി ജ്വലിക്കുന്നത്. ഈ സമയത്ത് നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന സാമ്പത്തികമായ കാര്യങ്ങൾ വേഗത്തിൽ നടക്കും. ഇത് കാണുമ്പോൾ അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയല്ലാതെ എന്തൊരു വെളിച്ചമാണെന്ന് മറ്റുള്ളവരോട് വിളിച്ചു പറയേണ്ടതില്ല. ആ നിമിഷം നിങ്ങളും ഈശ്വരനും തമ്മിലുള്ളതാണ്. 5. വഴിയിൽ നിന്ന് നാണയങ്ങൾ ലഭിക്കുന്നത്. വഴിയിലൂടെ നടക്കുമ്പോഴോ യാത്ര ചെയ്യുമ്പോഴോ അപ്രതീക്ഷിതമായി നാണയങ്ങളോ പണമോ കിടന്നു കിട്ടുന്നത് വളരെ വലിയ ലക്ഷണമാണ്. തുക എത്ര ചെറുതാണെങ്കിലും അത് പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്ന സമ്മാനമാണ്. പണം നിങ്ങളെ തേടി വരാൻ ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത്. പലരും അത് അവിടെ തന്നെ ഇട്ടിട്ടു പോകും, അല്ലെങ്കിൽ അതെടുത്തു മറ്റാർക്കെങ്കിലും കൊടുക്കും. എന്നാൽ ചാണക്യനീതി പ്രകാരം ലക്ഷ്മി ദേവി പ്രത്യക്ഷപ്പെടുന്നത് ഇത്തരം ചെറിയ രൂപങ്ങളിലൂടെയാണ്. ആ നാണയമെടുത്ത് അതിനെ വണങ്ങി നിങ്ങളുടെ പേഴ്സിൽ സൂക്ഷിക്കുക. അത് ചെലവാക്കരുത്. അതൊരു കാന്തം പോലെ കൂടുതൽ സമ്പത്തിനെ നിങ്ങളിലേക്ക് ആകർഷിക്കും. ആ നാണയം ലഭിച്ച വിവരം സമൂഹ മാധ്യമങ്ങളിൽ ഇടാനോ കൂട്ടുകാരോട് പറയാനോ നിൽക്കരുത്. ഇപ്പോൾ നമ്മൾ 5 ലക്ഷണങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. ബാക്കി 5 സുപ്രധാന ലക്ഷണങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം. ഈ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഇതിനകം അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതെന്താണെന്ന് കമന്റ് ചെയ്യാമോ? നിങ്ങളുടെ അനുഭവങ്ങൾ മറ്റുള്ളവർക്കും ഒരു പ്രചോദനമാകും. 6. ശാരീരികമായ മാറ്റങ്ങളും സൗന്ദര്യവും. പെട്ടെന്നൊരു ദിവസം കണ്ണാടിയിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ്, ഹേ, എനിക്ക് എന്തോ ഒരു തിളക്കം വന്നതുപോലെ ഉണ്ടല്ലോ എന്ന്. നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടുണ്ടാകില്ല. സൗന്ദര്യവർദ്ധക വസ്തുക്കളൊന്നും ഉപയോഗിച്ചിട്ടുമുണ്ടാകില്ല. എന്നാലും മുഖത്തൊരു ഐശ്വര്യം, കണ്ണുകളിൽ ഒരു തിളക്കം. മറ്റുള്ളവർ നിങ്ങളോട് ചോദിക്കും, എന്താ ഇപ്പോൾ വലിയ സന്തോഷത്തിലാണല്ലോ, മുഖത്തൊരു പ്രകാശമുണ്ടല്ലോ എന്ന്. ഇത് വെറും തോന്നലല്ല. സാമ്പത്തികമായ അഭിവൃദ്ധി വരുന്നതിന് മുമ്പ് നമ്മുടെ പ്രഭാവലയം വികസിക്കുകയും പ്രകാശിക്കുകയും ചെയ്യും. ശരീരത്തിലെ തേജസ് വർദ്ധിക്കുന്നത് ലക്ഷ്മി കടാക്ഷത്തിന്റെ ലക്ഷണമാണ്. നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ കൂടുതൽ ആത്മവിശ്വാസത്തോടെ സംസാരിക്കാൻ തുടങ്ങും. നിങ്ങളുടെ വാക്കുകൾക്ക് മറ്റുള്ളവർ വില കൽപ്പിച്ചു തുടങ്ങും. ഈ മാറ്റം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അഹങ്കരിക്കാതെ വിനയത്തോടെ അത് സ്വീകരിക്കുക. ഓ, അതൊന്നുമില്ല എന്ന് പറഞ്ഞ് ആ ഭാഗ്യത്തെ തള്ളിക്കളയരുത്. മറിച്ച് ഉള്ളുകൊണ്ട് നന്ദി പറയുക. 7. അകാരണമായ സന്തോഷം. ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം, കടബാധ്യതകൾ ഉണ്ടാകാം. പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിലും പെട്ടെന്നൊരു ദിവസം രാവിലെ മുതൽ നിങ്ങൾക്ക് വല്ലാത്തൊരു സമാധാനം അനുഭവപ്പെടുന്നു. യാതൊരു കാരണവുമില്ലാതെ മനസ്സ് സന്തോഷം കൊണ്ട് നിറയുന്നു. എന്തു വന്നാലും നേരിടാമെന്നൊരു ധൈര്യം തോന്നുന്നു. ചാണക്യൻ പറയുന്നത് നല്ല കാലം തുടങ്ങുന്നതിനു മുമ്പ് മനസ്സ് ശാന്തമാകുമെന്നാണ്. കലങ്ങിയ വെള്ളത്തിൽ പ്രതിബിംബം കാണാൻ കഴിയില്ല, ശാന്തമായ വെള്ളത്തിലേ കഴിയൂ. അതുപോലെ പണം വരാൻ പോകുമ്പോൾ മനസ്സ് സ്വയം അതിനെ സ്വീകരിക്കാൻ പാകപ്പെടും. ഈ ആന്തരിക സന്തോഷം എന്നത് സമ്പത്തിന്റെ മുന്നോടിയാണ്. നിങ്ങൾ സന്തോഷവാനായിരിക്കുമ്പോൾ നിങ്ങളുടെ ഊർജ്ജനില ഉയരുന്നു. അത് നല്ല കാര്യങ്ങളെ ആകർഷിക്കുന്നു. 8. കുട്ടികളുടെ പെരുമാറ്റം. നിങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോൾ തീരെ പരിചയമില്ലാത്ത ചെറിയ കുട്ടികൾ നിങ്ങളെ കണ്ട് ചിരിക്കുകയോ നിങ്ങളുടെ അടുത്തേക്ക് ഓടി വരികയോ ചെയ്യാറുണ്ടോ? കുട്ടികൾ ദൈവതുല്യരാണ്. അവർക്ക് മനുഷ്യരുടെ പ്രഭാവലയം കാണാൻ കഴിയുമെന്ന് പറയപ്പെടുന്നു.
നിങ്ങളിൽ നല്ല ഊർജവും ഐശ്വര്യവും നിറയുമ്പോൾ കുട്ടികൾ സ്വാഭാവികമായും നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും. യാത്ര ചെയ്യുമ്പോൾ ബസ്സിലിരുന്നോ ട്രെയിനിലിരുന്നോ ഒരു കുഞ്ഞ് നിങ്ങളെ നോക്കി നിഷ്കളങ്കമായി ചിരിച്ചാൽ അത് നിങ്ങളുടെ നല്ല കാലത്തിന്റെ തുടക്കമാണ്. ആ ചിരിക്കു മറുപടിയായി ഒരു പുഞ്ചിരി സമ്മാനിക്കുക. അത് ആ ഭാഗ്യത്തെ ഇരട്ടിയാക്കും. 9. ഉറുമ്പുകളുടെ ഘോഷയാത്ര. നിങ്ങളുടെ വീട്ടിൽ പെട്ടെന്ന് കറുത്ത ഉറുമ്പുകൾ കൂട്ടമായി വരിവരിയായി പോകുന്നത് കാണാറുണ്ടോ? പ്രത്യേകിച്ച് അവ വായയിൽ അരിമണിയോ മറ്റു ഭക്ഷണങ്ങളോ കൊണ്ടുപോകുന്നത്. അത് കണ്ടാൽ വളരെ ശുഭകരമാണ്. ഇത് കാണുമ്പോൾ അവയെ അടിച്ചു കൊല്ലാനോ തുരുത്താനോ നിൽക്കരുത്. കഴിയുമെങ്കിൽ അവയ്ക്ക് അല്പം പഞ്ചസാരയോ അരിപ്പൊടിയോ ഇട്ടുകൊടുക്കുക. ജീവജാലങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത്, പ്രത്യേകിച്ച് ഉറുമ്പുകൾക്ക്, ശനിദോഷങ്ങൾ മാറി സാമ്പത്തിക തടസ്സങ്ങൾ നീക്കാൻ സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. സമ്പത്ത് ധാന്യരൂപത്തിൽ വീട്ടിലേക്ക് വരുന്നു എന്നതിൻ്റെ സൂചനയാണിത്. 10. രഹസ്യമെന്ന ചാണക്യതന്ത്രം. ഇതാണ് 10ാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം. മുകളിൽ പറഞ്ഞ 9 ലക്ഷണങ്ങൾ കണ്ടാലും പണം കയ്യിൽ കിട്ടുന്നത് വരെ അത് ആരോടും പറയരുത് എന്ന നിയമം ചാണക്യനീതിയിൽ വളരെ പ്രശസ്തമായ ഒരു ശ്ലോകമുണ്ട്. അതിൽ പറയുന്നത്, നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യം അല്ലെങ്കിൽ നടക്കാൻ പോകുന്ന കാര്യം അത് പൂർത്തിയാക്കുന്നത് വരെ വാക്കുകൾ കൊണ്ട് പുറത്ത് പറയരുത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? നിങ്ങൾ ഒരു കാര്യം മറ്റുള്ളവരോട് പറയുമ്പോൾ ആ നിമിഷം തന്നെ ആ കാര്യത്തിനുള്ള ഊർജം ചോർന്നു പോകുന്നു. കൂടാതെ കേൾക്കുന്നവരുടെ അസൂയ അല്ലെങ്കിൽ നെഗറ്റീവ് ചിന്തകൾ നിങ്ങളുടെ കാര്യസാധ്യത്തെ തടസ്സപ്പെടുത്തും. ഒരു വിത്ത് മണ്ണിൽ കുഴിച്ചിട്ടാൽ അത് മുളച്ച് പുറത്തു വരുന്നത് വരെ നമ്മൾ മണ്ണുമാന്തി നോക്കാറില്ലല്ലോ. അത് ഇരുട്ടിലിരുന്നാണ് വളരുന്നത്. അതുപോലെയാണ് നിങ്ങളുടെ ഭാഗ്യവും. ഈ ലക്ഷണങ്ങൾ കാണുമ്പോൾ അത് നിങ്ങളുടെ ഉള്ളിൽ ഒരു സന്തോഷമായി സൂക്ഷിക്കുക. അത് വളർന്നു വലുതായി സമ്പത്തായി നിങ്ങളുടെ കൈകളിൽ എത്തുമ്പോൾ മാത്രം ലോകം അത് അറിയട്ടെ. നിങ്ങളുടെ വിജയമായിരിക്കണം ശബ്ദമുണ്ടാക്കേണ്ടത്, നിങ്ങളുടെ വാക്കുകളല്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ എന്ത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും ഓർക്കുക, രാത്രിക്ക് ശേഷം പകൽ വന്നേ തീരൂ. ഈ ലക്ഷണങ്ങളിൽ ഒന്നെങ്കിലും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ വിശ്വസിക്കുക, നിങ്ങളുടെ നല്ല കാലം പടിവാതിക്കൽ എത്തിയിട്ടുണ്ട്. വരാൻ പോകുന്ന വലിയ സമ്പത്തിനെ സ്വീകരിക്കുക. നിങ്ങളുടെ മനസ്സിനെ ഇപ്പോഴേ പാകപ്പെടുത്തുക. നിങ്ങൾക്കെല്ലാവർക്കും ഐശ്വര്യപൂർണമായ ഒരു ഭാവി ആശംസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നിയാൽ വീഡിയോയ്ക്കൊരു ലൈക്കും അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.